ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അവൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സമ്മർ വേനലൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് നമുക്കൊന്ന് ഒരു എന്താണ് എന്തെങ്കിലും നല്ല കോൾഡായിട്ടുള്ള ഒരു ഷേക്ക് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കണം എന്നൊരാഗ്രഹം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇതാണ്ട് ഞാൻ ഒരു ഗ്ലാസ് അവലെടുത്ത് നന്നായിട്ട്, ഞാനിപ്പം എടുത്തിരിക്കുന്ന വെള്ള അവലാണ്. ഈ വെള്ള അവല എടുത്ത് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കുക കേട്ടോ. കൈ കൊണ്ട് പൊടിക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടാക്കി വെക്കുക. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത്, ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി. പിന്നെ എടുത്തിരിക്കുന്നത് 3 റോബസ്റ്റ് പഴങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാളയംകോടൻ പഴമോ അങ്ങനെ എന്തെങ്കിലും പൂവമ്പഴം അങ്ങനെ വല്ലതും ആണെങ്കിൽ അതെടുക്കുക. ഇപ്പം എൻ്റെ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സാണുള്ളത് അതെല്ലാം എടുത്തു. ഇതിനകത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്ര ഐറ്റംസ് മതി, ഇത് കൂടുതലൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുത്തോ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അവൽ നന്നായിട്ടൊരു 10 മിനിറ്റ് അത് മതി കേട്ടോ. 10 മിനിറ്റ് കൂടുതലാകണ്ട, കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് പൊടിയുന്ന രീതിയിൽ കേട്ടോ, പൊടിയുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ബനാന ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഫോർക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ മിക്സിയിലിടുന്നിട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിലായി കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് സോഫ്റ്റായി പോവും, ജ്യൂസ് പോലെ ആയി പോവും. ലാസ്റ്റ് നല്ല രീതിയിലൊന്ന് എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒത്തിരി മധുരം താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. കാരണം പഴത്തിനകത്ത് ഓൾറെഡി നല്ല മധുരമാണ് കേട്ടോ. അതിന് ശേഷം അതുകൊണ്ട് നമുക്ക് അത്ര, ഇതിപ്പം ഞാൻ 3 കണ്ടു. അതുകൊണ്ട് ഞാനിപ്പം മോള് ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ശ്രദ്ധ മാറിപ്പോയത്. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് 3 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ചിലവർ ഇതിനകത്ത് ഏലക്കയൊക്കെ ഇടും, ഏലക്ക പൊടിച്ച് നല്ല ഒരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർ അങ്ങനെ ഇട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കുടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ല നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയോ കുറച്ച് നേരം കഴിഞ്ഞ് കുടിക്കാനോ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. കാരണം അങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മിൽക്കുമായിട്ട് ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോവും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മിൽക്ക് ഒഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ കുപ്പിക്കൊന്ന് ഡയറക്റ്റാണ് ഒഴിക്കുന്നത്. എനിക്കൊരു കണക്കറിയാം. അല്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു 2 ഗ്ലാസ് പാലൊഴിക്കുക കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പാലൊഴിക്കുക. വീട്ടിലെ അംഗങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പാലും അവലും എല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ അവൽ മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവൽ ഭയങ്കരമായിട്ട് അതിനകത്തോട്ട് സോഫ്റ്റായി പോവും, അലിഞ്ഞു പോവും കേട്ടോ. ഓ നൈസ്. ഉണ്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ അവൽ കുറച്ചായിട്ട് എല്ലാം മൊത്തത്തിൽ ഇടരുത്, കുറച്ചായിട്ട് ഇടുക. അങ്ങനെ നല്ലൊരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഷേക്ക് പോലെ എന്നും പറയാം കേട്ടോ. കാരണം ചൂടൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഇത് അവലൊക്കെ നമുക്കറിയാം, നമ്മുടെ സാധാരണ കടകളിലെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ്. അതുപോലെ ഇത് വളരെ സിമ്പിളായിട്ട് ഇനിയിപ്പം എന്നാ പറയുക, നട്ട്സൊന്നും വലിയ കാര്യമായിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഉള്ള പോലെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഇനിയിപ്പം പ്രത്യേകിച്ച് ആഡംബരങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതുണ്ടോ. എന്നിട്ട് ഒത്തിരി നേരം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ആയി പോകും കേട്ടോ. ഭയങ്കരമായിട്ട് അലിഞ്ഞു പോവേ, മിക്സല്ല, അലിഞ്ഞു പോകും കേട്ടോ.
ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ, കറുമുറ എന്നുള്ള അതിൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ ആ കടിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. ഇനി ഒത്തിരി ഞാൻ ഇളക്കുന്നില്ല. ഇനി നമ്മുടെ ഇത് നമ്മുടെ നട്ട്സ്, നമ്മുടെ മുന്തിരിങ്ങ റീസിൻസ് ഒക്കെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. എല്ലാം ഇങ്ങനെയും ഇടുക. എന്ത് രസമല്ലേ കാണാൻ. ഇതുണ്ട്, ഇത് ഇളക്കാൻ തോന്നുന്നില്ല അല്ലേ, ഇങ്ങനെ തന്നെ ഇരിക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ, നമുക്ക് ഇളക്കിയല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കുക. ഉണ്ടോ, സൂപ്പർ. കിടുക്കാച്ചി അവൽ മിൽക്ക് അല്ലെങ്കിൽ അവൽ ഷേക്ക്. അവൽ എന്ന് അവിലോ അങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു പഠിച്ചിട്ടുള്ള അവൽ എന്നാണ്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ലൊരു സൂപ്പറാണിത്. ഇത് കണ്ടോ, ഇതിനകത്തോട്ട് കുറച്ചുകൂടെ ഞാൻ നട്ട്സ്, നമ്മുടെ റീസിൻസ് ആഡ് ചെയ്തു കേട്ടോ. നമ്മുടെ ഉണക്കമുന്തിരി ഞാൻ ആഡ് ചെയ്തേ ഒരു 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 എന്നാ പറയണ്ട, ഒരു രസത്തിന് അല്ലെങ്കിൽ ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. പാൽ കുടിക്കാത്ത ചില പിള്ളേരെ കാണത്തില്ലേ, അവർക്കൊക്കെ ഈ ഒരു രീതിയിലൂടെ നമുക്ക് പാലകത്ത് കടത്താനുള്ളൊരു വഴിയും കൂടെയാണേ ഇതൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നമ്മുടെ അവൽ മിൽക്ക് അല്ലെങ്കിൽ അവൽ ഷേക്ക് എന്നൊക്കെ പറയാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നല്ല ഒരു ചെറിയ ചെറിയ ഗ്ലാസ്സിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ കഴിച്ച് നോക്കി, നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.